എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അരി സൂക്ഷിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് തന്നെ റേഷൻ കട വഴി ലഭിക്കുന്ന അരി വിഹിതം ഇരട്ടിയായേക്കും. കൂടുതൽ അരി കുറഞ്ഞ വിലക്ക് നൽകാൻ സർക്കാരിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും. ഇതോടൊപ്പം ഔദ്യോഗികമായി കെ ബ്രാൻഡ് അരി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പുമുണ്ട്. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തിന്റെ കേന്ദ്ര പൂളിലെ നെല്ല് സംഭരണം സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നതോടെ മൊത്തം അരിയുടെ കരുതൽ ശേഖരം 679.32 ലക്ഷം ടൺ ആയി വർദ്ധിച്ചതായി റിപ്പോർട്ട്. പൊതുവിതരണ സമ്പ്രദായത്തിൽ ഉപഭോക്താക്കൾക്ക് ഒരു വർഷം വിതരണം ചെയ്യാൻ 410 ലക്ഷം ടൺ അരിയാണ് ആവശ്യമുള്ളത്. ഡിമാൻഡ് കുറഞ്ഞതിനാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അതായത് FCI ഗോഡൌണുകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന അധിക അരി വിറ്റൊഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ വഴി കണ്ടെത്തേണ്ടി വരുമെന്നാണ് സൂചന. ജനുവരി വരെ FCI സംഭരണയിൽ 309.38 ലക്ഷം ടൺ അരിയുണ്ട്. മുൻ വർഷത്തേക്കാൾ 6% അധികമാണിത്. ഇതുപോലെ 552.15 ലക്ഷം ടൺ നെല്ലിന്റെയും കരുതൽ ശേഖരമുണ്ട്. അതായത് 2024 16% കൂടുതലാണ് ഇപ്പോൾ. ഇത്രയും നെല്ല് സംഭരിച്ചാൽ 370 ടൺ അരി ലഭിക്കും എന്നാണ് കണക്ക്. ഇത് കൂടി കണക്കിലെടുത്താണ് മൊത്തം അരിയുടെ കരുതൽ ശേഖരം 679.32 ലക്ഷം ടൺ അരിയായി കണക്കാക്കുന്നത്. നിലവിലെ അരിയുടെ സ്റ്റോക്ക് നെല്ല് ഉൾപ്പെടെ ബഫർ മാനദണ്ഡമായ 76.1 ലക്ഷം ടണ്ണിന്റെ 9 മടങ്ങ് അധികമാണ്. 52 ലക്ഷം ടൺ അരി എഥനോൾ ഉൽപാദനത്തിന് നൽകിയിട്ടും വലിയ അളവിൽ അരി കെട്ടിക്കിടക്കുകയാണ്. ഒരു ടൺ അരി സംഭരണത്തിന് 41,733.40 രൂപയോളം ചെലവ് വരും. എന്നിട്ടും നഷ്ടം സഹിച്ച് എഥനോൾ ഉൽപാദനത്തിന് സർക്കാർ നൽകുന്നത് 23,200 രൂപ മാത്രം വിലക്കാണ്. സെൻട്രൽ പൂളിൽ നിന്നും പരമാവധി അരി വിൽക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് FCIയിലെ മുൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. FCIയിലെ അധിക സ്റ്റോക്ക് ഒഴിവാക്കാൻ കുറഞ്ഞത് 40% എഥനോൾ അരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പ്ലാന്റുകളിലേക്ക് സർക്കാർ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. റേഷൻ കടകളിലൂടെ ഇപ്പോൾ ഒരാൾക്ക് ഒരു മാസം 5 കിലോ ഭക്ഷ്യധാന്യം മാത്രമേ നൽകാൻ കഴിയുന്നുള്ളൂ. ഈ പരിധി ഉയർത്തിയാലും കടകളിൽ നേരിട്ട് വിറ്റഴിച്ചാലും അധിക അരി ഒഴിവാക്കാനാകില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ റേഷൻ കടകളിലൂടെ അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലക്ക് അരി ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് പ്രത്യേക പരിഗണനയിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നെല്ല് സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദൽ സംവിധാനമായി സർക്കാർ പ്രാഥമിക കർഷക സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ദ്വിതല സംഭരണ മാതൃക ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഇതിനായി ചീഫ് സെക്രട്ടറിമാരെയും വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. വരും സീസണിൽ തന്നെ ഈ സംവിധാനം നടപ്പിലാക്കാനാണ് തീരുമാനം. ഇത് യാഥാർത്ഥ്യമാകുകയാണ് എങ്കിൽ പൊതുവിഭാഗങ്ങളായിട്ടുള്ള നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും പൊതു വിപണിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഈ മാസത്തെ റേഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നീല, വെള്ള റേഷൻ കാർഡിനുള്ള ആട്ട സംസ്ഥാനത്തെ റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. ഈ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടൻ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് മണ്ണെണ്ണയും ലഭിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയാണ് മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ വീതവും ലഭിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.